ഇത് മോനെ അടിച്ചു കേറി ബാ. ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പൂവട്ടി ഉണ്ടാക്കിയാലോ. അതിനായി ഈ നീളത്തിൽ പേപ്പർ എടുത്തിട്ട് അതിന് നീളെ 4ആയിട്ട് മടക്കുക. അപ്പം 4ആയിട്ട് മടക്കുമ്പോൾ നമുക്ക് 8 പീസായിട്ട് കിട്ടുക. ഇതുപോലെ നമുക്ക് 4ആയിട്ട് മടക്കാം. അങ്ങനെ നമ്മളിതെല്ലാം 4ആയിട്ട് മടക്കിയെടുത്ത് ഇനി നമുക്ക് നിവർത്തിയെടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ നീളം കറക്റ്റ് ആക്കി കിട്ടാൻ വേണ്ടിയാണേ. ഇങ്ങനെ ഓരോന്നായ നീളത്തിനനുസരിച്ച് വെട്ടിയെടുക്കാവേ. വെട്ടിയെടുക്കുമ്പോൾ എല്ലാം ഒരേ നീളമായിരിക്കണം കേട്ടോ. അങ്ങനെയെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നീളത്തിന് 16 പേപ്പറുകളാണ് ഇങ്ങനെ നീളത്തിന് മുറിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ പേപ്പറിനെടുത്ത് തന്നെ സെൻറ്റർ വെച്ച് കൊടുക്കാം. ഈ പണ്ടത്തെ പായൊക്കെ മെടയത്തില്ലേ, അതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോന്നായി സെറ്റ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഈ പേപ്പർ നന്നായിട്ട് ഇറുക്കി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അഴിഞ്ഞപ്പോൾ അത് വതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറുക്കി നല്ല ഇറുക്കി കൊടുക്കാവേ. നമുക്കിനി ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് കൊടുക്കാവേ. അല്ലെങ്കിൽ പേപ്പർ ഇങ്ങനെ ഇളകി വന്നുകൊണ്ടേയിരിക്കും, നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഞാനൊരു പേപ്പറിനകത്തോട്ട് പശ എടുത്ത് ഇങ്ങനെ ഓരോ സൈഡായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. ഒരു ഈർക്കിൽ കൊണ്ട് ഒട്ടിച്ച് കൊടുക്കാം. അതാകുമ്പോൾ നമുക്കിങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പയ്യെ അത് പൊങ്ങിയിരിക്കുന്ന ഭാഗം നോക്കി ഇങ്ങനെ എടുത്തിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതിയല്ലോ.
അങ്ങനെ നമ്മളെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സൈഡിലുള്ള ഓരോ പേപ്പർ നമുക്കിങ്ങനെ മടക്കി മടക്കി കൊടുക്കാം. നമുക്കിനി വേറൊരു പേപ്പർ എടുത്ത് ഇനി സൈഡിൽ നമുക്ക് മെടഞ്ഞെടുക്കാം. മെടഞ്ഞെടുക്കുമ്പോൾ നമുക്ക് സൈഡിൽ സ്റ്റാപ്ലർ പിന്നും കൂടെ ചെയ്ത് കൊടുക്കാവേ, അല്ലെങ്കിൽ ഇങ്ങനെ വീണോണ്ടേ ഇരിക്കും, ഒട്ടിച്ചാലും ഇരിക്കത്തില്ല. അപ്പോൾ നമുക്ക് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പേപ്പർ തീർന്നു പോവുകയാണെങ്കിൽ അഡീഷണലി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വേറൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. എനിക്ക് തോനെയും പൊക്കം വേണ്ടതുകൊണ്ട് ഇപ്പം ഒരു പേപ്പറിൻ്റെ പൊക്കേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതിനെ രണ്ടായിട്ട് മടക്കുകയാണ്. മടക്കിയാണ് അതിൻ്റെ മണ്ടയിൽ ഇനി നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇനിയും സ്റ്റാപ്ലർ ചെയ്യുവാണേ. അങ്ങനെ നമ്മളെല്ലാം പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ദാണ്ട് ഇതുപോലെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അകത്ത് തുറക്കുന്ന പേപ്പറെല്ലാം വളച്ച് പുറത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റാപ്ലർ പിൻ ചെയ്ത് കൊടുക്കാം. മടക്കി പിൻ ചെയ്യാവേ. അങ്ങനെ നമ്മളെല്ലാം പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലൊരു കൊട്ട കണക്കിനായി. നമുക്കിതിന് ഒരു വള്ളി വയ്ക്കാം. വള്ളിക്ക് ഒരു പേപ്പർ നീളത്തിനെടുത്ത ശേഷം നമുക്ക് 3ആയിട്ട് മടക്കിയെടുക്കാം. അതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് രണ്ടുകൂടെ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നടുക്കിലും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം, സൈഡിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാപ്ലർ കൊണ്ട് പിൻ ചെയ്ത് കൊടുക്കാവേ. നമുക്ക് നടുക്കും കൂടെ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കും അത്. നമുക്ക് സെറ്റ് ചെയ്യാം. കൂടയ്ക്കകത്ത് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും മറു സൈഡും കൂടെ നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൂക്കുട്ട റെഡിയായി.
നമുക്ക് ഈ കൊട്ട കൊണ്ടുപോയി പൂ പറിച്ചാലോ? അങ്ങനെ നമ്മുടെ കൊട്ടയിൽ അതിൻ്റെ മൊത്തം പൂക്കളാണ് ഇരിക്കുന്നത്. ഈ പൂക്കൾ കൊണ്ട് നമുക്ക് അത്തമിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.